ഷണ്ട ഓടി പൊക്കി കാണിച്ച് പലതും ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങളുടെ മുസ്ലിം റൂൾസ് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അതിനെ അങ്ങോട്ട് റിമൂവ് ചെയ്തു. ആ ലോസ് ആർക്കായി? ഇനി ഞങ്ങളൊരു മെഡിക്കൽ ബോഡിയുടെ മുമ്പിൽ തുണി പൊക്കി കാണിച്ചു കൊടുക്കണോ, തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കണോ എന്നുള്ളതാണ്. നമ്മൾ തുണി പൊക്കി കാമിച്ചിട്ട് വേണം നമ്മളുടെ ജീവിതത്തിൽ സെക്സ് ഓപ്പറേഷനോ എന്ത് ചെയ്യണമെങ്കിലും ഉണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സൂക്കടാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ അതൊരു ആണാണ്, ഇപ്പോൾ ഒരു ഗൈനി ആണാണെന്നെങ്കിലും കൂടിയിട്ട് ആ പെണ്ണായിട്ടുള്ളവർ അത് ചെയ്തല്ലേ പറ്റൂ. ഇവിടെ ഇപ്പോൾ തുണി പൊക്കി കാണിക്കണോ, തുണി പൊക്കി, ഇത് ഒരു ആൾക്കാർ വെറുതെ നമ്മൾ പേടിപ്പിക്കാനും കുറേ കാര്യങ്ങളും. ആദ്യം ആ ഒരു സംഘടന വന്നിട്ടില്ല, അവരെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകണമെന്ന് നമ്മളാരും കണ്ടിട്ടുമില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി, ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നായിട്ട് നിൽക്കണം. എന്നാലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ ഫസ്റ്റ് സ്ട്രോങ് അല്ല. നമ്മളെല്ലാവരും ഇങ്ങോട്ട് 5 ഫിംഗർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഞ്ചപാണ്ഡവന്മാർക്ക് 5 പേരെന്ന് പറഞ്ഞാലും അവരിങ്ങനെയായിരുന്നു. BJP ആണ് ഇവർക്ക് പ്രശ്നം. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഇവരെല്ലാവരും കൂടി BJP എന്ന് പറഞ്ഞിട്ട് അത് BJP ഗവൺമെൻറ് എടുത്തു കൊണ്ടുവന്നതുകൊണ്ട്, ഇതേ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ എതിരായിട്ട് പറയും. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ജെൻഡർ ഐഡന്റിറ്റി അത് പറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വൻ വെല്ലുവിളിയല്ലേ? വെല്ലുവിളി, അതെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു മാടിനെ അഴിച്ചു വിട്ടു. ആ മാടിന് ഇഷ്ടം പോലെ നീ എവിടെ വേണമെങ്കിൽ കഴിച്ചോ, എന്ത് വേണമെങ്കിൽ ചെയ്തു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ കെട്ടിയിടുക എന്ന് പറയണം, അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തുന്ന, പക്ഷെ ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാടാണോ ആടാണോ നായ്ക്കുട്ടിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരും. അങ്ങനെയല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തൊരു കാര്യത്തിലും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ്, ഇപ്പം ഒന്നും വേണ്ട. ഞാൻ എൻ്റെ പാലക്കാട് നിന്ന് ഇവിടെ വരുമ്പോൾ എൻ്റെ ബസ്സിൽ തൊട്ടടുത്ത് എൻ്റെ കൂടെ ഇരുന്നത് ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റായിരുന്നു. ആ കുട്ടി വളർന്നത് ഇവിടെയാണ്, പക്ഷെ അവരിപ്പോൾ ജീവിക്കുന്നത് എന്താണ് ആലത്തൂർ, അവിടെ എന്താണ് ആലത്തൂരിലാണ് അവർ ജീവിക്കുന്നത്. ആ കുട്ടിയുടെ ഈ ഇത്ര വലിയ സിറ്റിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് അവിടെ പോയിട്ടതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആ കുട്ടി എന്നോട് പറഞ്ഞു. അത് എങ്ങനെയാണ് ആ കുട്ടി ഇതിപ്പോൾ അതിനെ ജീവിക്കുന്നുള്ളത് ഭയങ്കരമായിരുന്നു. അതൊരു കഥ കേൾക്കാൻ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഫ്രീഡം കിട്ടി, അത്രയും ജീവിച്ചൊരു കുട്ടി പെട്ടെന്ന് ഒരു ഗ്രാമത്തിൽ പോയി ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അവരിപ്പോൾ ഫേസ് ചെയ്യണതെന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ഒരു ഫാമിലിക്ക് പോകുമ്പോൾ അവിടെ പോയി അഡാപ്റ്റ് ചെയ്യുന്ന പോലെ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത്രയും ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ആരാ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് എല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. അതും ഒരു പണ്ട് തൊട്ടിട്ടേ ആ പ്രോസസ്സിനെ നിങ്ങൾ അമെൻമെൻറ്റ് ചെയ്ത്, ഇപ്പോൾ സിംഗപ്പൂരിലോ സിംഗപ്പൂരിൽ ഞാൻ എക്സാമ്പിൾ പറയണം കേട്ടോ, അവിടെ ഇതൊന്നും ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്തത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ പണ്ട് തൊട്ടിട്ടേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ക്ലിയർ ആയിട്ട് വെച്ചതാണ്. ഇതുപോലെ മാറ്റി തിരുത്താനോ ഇതുപോലെ ചെയ്യേണ്ട ഒരു അവസരം വന്നില്ല. പക്ഷേ ഇതേ റൂള് തന്നെയായിരുന്നു മലേഷ്യയിലുണ്ടായിരുന്നത്. പക്ഷെ മലേഷ്യ ഗവൺമെൻറ് എന്ത് ചെയ്തു, അവിടുത്തെ ആൾക്കാർ പോയി അനാവശ്യമായിട്ട് ഷണ്ട ഓടി പൊക്കി കാണിച്ച് പലതും ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങളുടെ മുസ്ലിം റൂൾസ് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അതിനെ അങ്ങോട്ട് റിമൂവ് ചെയ്തു. ആ ലോസ് ആർക്കായി? അവിടെയുള്ള ഒരു ട്രാൻസ്ജെൻഡേഴ്സും അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഹിജ്റപ്പനോ വാട്ടെവർ ഇറ്റ് ഈസ്, അവിടെയുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറാനോ പെണ്ണുങ്ങളാണായി മാറിയാലും അവർ ID കാർഡും ഒന്നും മാറ്റില്ല. അപ്പോൾ അവരെല്ലാവരും നാട് വിട്ടു പോയി മറ്റേ നാട്ടിൽ പോയിട്ട് ആശ്രയം തേടി അവിടെ പോയിട്ടാണ് അവർ ജീവിക്കുന്നത്, ഇപ്പോൾ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞങ്ങളൊരു മെഡിക്കൽ ബോഡിയുടെ മുമ്പിൽ തുണി പൊക്കി കാണിച്ചു കൊടുക്കണോ, തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കണോ എന്നുള്ളതാണ്. ശരി, ഞാനിത് ഒരു തെറ്റിദ്ധാരണയല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ തുണി പൊക്കി കാമിച്ചിട്ട് വേണം നമ്മളുടെ ജീവിതത്തിൽ സെക്സ് ഓപ്പറേഷനോ എന്ത് ചെയ്യണമെങ്കിലും ഉണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സൂക്കടാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ അതൊരു ആണാണ്, ഇപ്പോൾ ഒരു ഗൈനി ആണാണെന്നെങ്കിലും കൂടിയിട്ട് അവർ ആ പെണ്ണായിട്ടുള്ളവർ അത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അവിടെ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമോ ആൾക്കാർ?
ഇവിടെ ഇപ്പോൾ തുണി പൊക്കി കാണിക്കണോ, തുണി പൊക്കി, ഇത് ഒരു ആൾക്കാർ വെറുതെ നമ്മൾ പേടിപ്പിക്കാനും കുറേ കാര്യങ്ങളും. ആദ്യം ആ ഒരു സംഘടന വന്നിട്ടില്ല, അവരെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകണമെന്ന് നമ്മളാരും കണ്ടിട്ടുമില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാം കൺക്ലൂഷൻ വന്നു കഴിഞ്ഞു. ഞങ്ങൾ എന്തിനാണ് അവരുടെ മുമ്പിൽ പോയിട്ട് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾ വെളിപ്പെടുത്തേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ലിബർട്ടിയും തന്നത്, ആ തന്ന വിഷയത്തിനെ വന്നിട്ട് ഇന്ന് ഗവൺമെൻറ് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ കാരണം കൊണ്ടാണ്? മിസ്യൂസ് ചെയ്തതുകൊണ്ട്. പലവരും അതിനെ മിസ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഫേക്ക് ഐഡൻറ്റിറ്റി പലവരും വന്നിട്ട്, ഞാൻ അന്നും പറഞ്ഞു, ഒരു സാരി ഉടുത്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മുമ്പിൽ വന്നിട്ട് ഞാൻ ട്രാൻസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് അവർ. എന്നാൽ അതിനുള്ള അമെൻമെൻ്റാണ് അന്ന് 19 അവർ കൊടുത്തത്. പക്ഷേ ഇത് പലവരും ഇതിനെ വന്നിട്ട് ദുഷ്പ്രയോഗം ചെയ്ത് ഇതിൽ ടെററിസ്റ്റും കൂടി വരാൻ ചാൻസസ് ഉണ്ട്. എത്രയോ മൂവീസ് വന്നിട്ടില്ലേ ഇതുപോലെ രൂപം മാറ്റിയിട്ട് വന്നിട്ട് ആൾക്കാർ ചെയ്തതിൻ്റെ? ഇതെല്ലാം വന്നിട്ട് ഒരു എക്സാമ്പിൾ ഓഫ് ലൈഫിൽ വരുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട് ശരിക്കുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ, അവരാണ് ഇതിനെല്ലാം ബാധിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാണുമ്പോഴാണ് എനിക്ക് സങ്കടം. അവരിതിനകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ പെണ്ണെന്ന് പറഞ്ഞാൽ അതിൽ നല്ലവരും ഉണ്ട്, കെട്ടവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലേ? ഇപ്പോൾ പെണ്ണെന്ന് പറഞ്ഞിട്ട് നല്ല പെണ്ണ്, കെട്ട പെണ്ണ്, ഈ പെണ്ണ്, ആ പെണ്ണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിരിക്കാൻ പറ്റുമോ? ആണുങ്ങളെ പിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതേപോലത്തെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ഉള്ളിൽ ഇത്രയും സംസാരിക്കുന്ന ആൾക്കാർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കിന്ന് ഒരു നല്ല സംസ്കാരമുള്ള ഒരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ടോ? ഞാനിത് പറഞ്ഞപ്പോൾ അതിന് തെറ്റ് കണ്ടുപിടിക്കാൻ പലവരും വന്നു. അപ്പം മറ്റുള്ളവർ കൊണ്ടേ കൊടുക്കുക. ഇപ്പോൾ ഇന്ന് തമിഴ്നാട്ടിൽ കൊടുത്ത പേരിനെ അവർ എടുത്തു കളയണമെന്ന് പറഞ്ഞപ്പോൾ അത് വന്നിട്ട് പൊളിറ്റിക്കൽ രീതിയായിട്ടാണ്. അതെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കരുണാനിധി കൊടുത്തതും DMK ആയതുകൊണ്ടാണ് അവരിപ്പോൾ തിരുനമ്പി എന്നൊന്നും നമ്മൾ ഇടില്ല, അതൊന്നും പുരാണമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പേരുകളല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾക്കും പുരാണമായിട്ടുള്ള പേരുകളെന്ന് എടുത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേരിൽ ഒരു മീനിങ് ഉണ്ടാവണം. ആ ഒരു ഇത്രയും നോളജബിൾ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ ഒരു പേര് കണ്ടുപിടിക്കാൻ വലിയ കഷ്ടമാണ്. എന്തുകൊണ്ട് ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഫെയിലായി? നമ്മളെല്ലാവിടെയും ഇപ്പോൾ പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രം, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് 2 വാർത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ താഴത്തെ കമൻറ്റുകൾ എന്തൊക്കെ വരുന്നുണ്ടറിയോ? ഓ, അവൾ വലിയ ഇംഗ്ലീഷ് ഇരുന്ന് പൊളുത്തുണു. ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് പറയും? പഠിക്കുന്നവരെല്ലാവരും ഇംഗ്ലീഷ് മീഡിയമാണ് പകുതി പേര്. ഇവിടുന്ന് നാട് വിട്ട് വെളിയിൽ പോയാൽ ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുക? അപ്പോൾ ട്രാൻസ് എന്നുള്ള ആ വാർത്ത വന്നിട്ട് എന്തിനാണ് നമ്മളെടുത്ത്? അപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു സ്പൂണ്, പ്ലേറ്റ്. ഞാൻ ചോദിക്കട്ടെ, ട്രാൻസിന് വന്നിട്ട് ഈക്വാലിറ്റി ചെയ്യണതാണോ സ്പൂണും പ്ലേറ്റും എന്നൊക്കെ വിളിക്കുന്ന പേരിന്? ഇതൊരു മനുഷ്യന് കൊടുക്കുന്ന പേരാണ്, അതൊരു വസ്തുവാണ്. ഒരു വിവരമില്ലാണ്ട് ഇതുപോലെ കുറേ ആൾക്കാർ വന്നിട്ട് സംസാരിച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധി തിരിപ്പിച്ചിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഞാൻ സിംഗപ്പൂരിൻ്റെ ലോ എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ, മാലിക വന്നിട്ട് മൊത്തമായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ് അവരെല്ലാം. ഞാൻ പറഞ്ഞു, ഞാനിത് മനുഷ്യത്വമില്ലാത്തവളാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്തിനാണ് അവരെ ഞാൻ ഹേർട്ട് ചെയ്തത്? അവരെൻ്റെ ഫാമിലിയാണ്, വയസ്സിലൊരു പക്വത പിടിച്ചവളാണ്, അല്ലേ? എനിക്ക് ഓപ്പറേഷൻ ചെയ്തവരും ചെയ്യാത്തവരും പിരിച്ചു നിൽക്കേണ്ട. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നെ കണ്ടിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണുന്ന സമയത്ത് ഒരു സ്ത്രീ ആയിട്ട് തോന്നുന്നുണ്ട്, അത്രയല്ലേ ഉള്ളൂ? ഇതിപ്പോൾ ഞാൻ അടിയിൽ ഞാൻ പീനസ് വെച്ചിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അറിയില്ല, അല്ലേ? ഇത് പറയുന്നത് ആരാണ്? ഞാൻ പറയും, അല്ലേ? അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ പാൻറ്റിൻ്റെ അടിയിലുള്ള കാര്യങ്ങളും അവരവരുടെ സീക്രട്ട് അവരവരുടെ ഉള്ളിൽ വെക്കുക. അപ്പോൾ അത് ബാക്കിയുള്ളവരെ ഫേക്ക് ആക്കുന്ന പോലെ ഇല്ലേ? അതായത് ഫേക്ക് എന്നല്ല ഞാൻ പറയണത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ജാസീനെ എടുത്ത് നോക്കിയോളൂ. ജാസിയുടെ കുറേ കോപ്പറാട്ടിത്തരം കാണിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് അവൻ പെണ്ണാവുമെന്ന് പറയുന്ന സമയത്ത് ആരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലേ? എന്തുകൊണ്ടാണ്? അപ്പം ഇതേ വന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഞങ്ങളുടെ വന്ന വഴി അങ്ങനെയാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ വരുന്ന വഴി, നിങ്ങൾ എന്തെന്നെ ആവട്ടെ, എത്ര തന്നെ ആയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയണം. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലായി, അല്ലെങ്കിൽ ഒരു കുട്ടീനെ റേപ്പായി ആ കുട്ടിക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ആരെങ്കിലും
ആ കുട്ടിക്ക് റേപ്പ് ആയത് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ആയതാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ആരെങ്കിലും നോർമലായിട്ട് ട്രീറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. ആ സമൂഹം എവിടെ പോയി പറയൂ? എവിടെ ആ സമൂഹം? ഒരാൾ, അതാ പറയണത്, ഒരാളിൻ്റെ തെറ്റ് കണ്ടുപിടിച്ച് ഇവിടെ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു കഷ്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ നോക്കിയിട്ട് അവർക്ക് സന്തോഷമാണ്. നമ്മൾ സന്തോഷിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടില്ല. ആ കുട്ടിയും കൂടി ഇപ്പോൾ ബസ്സിലുള്ള കുട്ടി അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്. ഒരു പെൺകുട്ടി പറയുകയാണ്, ചേച്ചി ഞാൻ മുട്ടയടിച്ചിട്ട് വന്നു. എല്ലാവരും എന്ത് പറഞ്ഞു അത്ര, ആ കുട്ടിക്ക് എന്തോ ക്യാൻസർ വന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. അതാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞ കാര്യം. ആ ഒരാളിൻ്റെ അടുത്ത് ഇപ്പോൾ 5 പ്രാവശ്യം പറഞ്ഞു അത്രേ, ഞാൻ വെറുതെ മുട്ടയടിച്ചിട്ട് വന്നതാണ്. അല്ല എന്തോ കാരണമുണ്ട് പറഞ്ഞപ്പോൾ അവൾ എന്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ വരും, എന്നിട്ട് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ മട്ടങ്ങോട്ട് മാറി, ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ കാര്യം നമ്മൾ നോക്കി നടത്തണം. അതല്ലാണ്ട് ഇവിടുത്തെ പ്രോബ്ലം എന്താ അറിയോ, മറ്റുള്ളവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, മറ്റുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. പെട്ടെന്നൊരു ദിവസം ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് ആളുകൾ വന്ന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ നമ്മൾ എങ്ങനെയാണ് അവരെ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ആരെയും അവരുടെ പാൻറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ആരുടെയും പോയി നോക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൺമുന്നിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു ചെയ്യാൻ വേണ്ടി. ശരി, ഞാൻ എപ്പം പിന്നെ മാലികയായിട്ട് മാറിയതിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സിനെയും എല്ലാവരെയും കാണാൻ പോകുന്ന സമയത്ത് പല ടീച്ചേഴ്സിനും എന്നെ കാണാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു അവർക്ക്. എന്താ പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കുന്ന ഒരു രൂപം ഈ മറ്റുള്ളവരെ കണ്ടിട്ട്, പാതി താടി മീശയും പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയല്ലോ, ഇപ്പോൾ ഹിജ്റ പണിലുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് റഫ് ആൻഡ് ടഫ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ധാരണയുണ്ടായിരുന്നത്. അപ്പം മാലിക വന്നിട്ട് ഇതുപോലത്തെ ഒരു രൂപത്തിൽ വന്ന് ഭയങ്കര നോർമലായിട്ട് കാണുന്ന സമയത്ത് എൻ്റെ ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചിട്ടാണ്, ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ കാണണമെന്ന് ഞാൻ വന്നത്. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ല. യു ആർ ദ സെയിം. അന്ന് കണ്ട അതേ ഗിരീഷ് തന്നെയാണ്. ഒന്നുമില്ല, നീ സാരി ഉടുത്തിരിക്കണോ, അന്ന് നീ നോർമലായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ്, അതും ഞാൻ പറഞ്ഞു കാണിച്ചു. കാട്ടത്തം കാട്ടാൻ പാടില്ല, കുറേ കാട്ടത്തം. ഇപ്പം ഇന്ന് ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇത് എൻ്റെ സ്റ്റൈലാണ്. ഇത് മാലികയുടെ ഒരു പർട്ടിക്കുലർലി ഒരു ഡാൻസർ ഇങ്ങനെയുള്ള, അപ്പം അതിനും പറഞ്ഞു ഞാൻ കഥകളി പോലെ ഞാൻ കണ്ണെഴുതി വന്നിരിക്കണു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ എന്നെ പറഞ്ഞ ആൾക്കാർ എന്നെ എന്തൊക്കെ കുറ്റം പറഞ്ഞോ, അവരുടെ പിന്നാലെ എത്ര തെറ്റുകളാണ് അവർ ചെയ്തുകൊണ്ട് നടക്കുന്നത് അല്ലേ? റിലീജിയസ് ആയിട്ട് തെറ്റ് ചെയ്യുന്നു, അമ്പലത്തിലേക്ക് പോയിട്ട് വെറുതെ കാട്ടിക്കുട്ടം കാട്ടുന്നു. ഇങ്ങനത്തെ പല തെറ്റുകളും ഓരോരുത്തർ ചെയ്തിട്ട് ഒടുവിൽ മറ്റുള്ളവരെ നോക്കി കുറ്റം പറയും. ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ ഈ ഭിന്നിപ്പുകൾ വരുന്നില്ലേ? ഈ ഒരു ബില്ലിൻ്റെ പ്രകാരവും അല്ലാതെയൊക്കെ ഒരു ഭിന്നിപ്പ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യിലേക്ക് കുറച്ച് ട്രാൻസ് സമൂഹത്തിലുള്ള ആളുകൾ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിനകത്ത് ആ അംഗത്വം സ്വീകരിച്ചിട്ടുള്ള അതിനകത്ത് ഉള്ള ഒരു ചേച്ചി ഈ സെയിം ആ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ അവിടെ നടക്കണേന്നുള്ളത് അറിയില്ല. ഇവർ BJP-ക്ക് എതിരാണെന്നും പറയുന്നുണ്ട്. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ എന്താ പറഞ്ഞാൽ പാർട്ടി വൈസ് ആയിട്ട് നമ്മൾ മാറണം. ഇവിടെ ഏത് പാർട്ടികളും നിരന്തരമല്ല. ഇന്ന് ഇവരുണ്ടാവും, നാളെ അവരുണ്ടാവും. അതാണ് ഞാൻ അന്ന് ഓർന്നിട്ട് പറഞ്ഞത്. നമ്മുടെ കമ്മ്യൂണിറ്റി, ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നായിട്ട് നിൽക്കണം. എന്നാലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ ഫസ്റ്റ് സ്ട്രോങ് അല്ല. നമ്മളെല്ലാവരും ഇങ്ങോട്ട് 5 ഫിംഗർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഞ്ചപാണ്ഡവന്മാർക്ക് 5 പേരെന്ന് പറഞ്ഞാലും അവരിങ്ങനെ ആയിരുന്നു. അവരിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു അവരുടെ വിജയം. അതുപോലെ കൗരവന്മാരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ ഒരാൾ മാത്രമായിരുന്നു അവരുടെ എല്ലാത്തിലും മുൻകൈ എടുത്തൊരു. ദുര്യോധനൻ പറഞ്ഞത് മാത്രമേ എല്ലാവരും കേൾക്കത്തുള്ളൂ. അയാളിൻ്റെ ഒരു അഹം, തനിക്ക് കിട്ടണം, എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു
ഭയങ്കരമായിട്ടുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നില്ലേ, അതായിരുന്നു അവരെല്ലാവരുടെയും അഴിവ്. ഇതുപോലെ തന്നെയാണ് ഒരാളിൻ്റെ തെറ്റാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഇതിന് ഞാൻ എന്ത് പറയാൻ പറ്റും? എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കരയണോ, പിന്നെ സങ്കടപ്പെടണോ, ചിരിക്കണോ, എന്ത് ചെയ്താലും തെറ്റാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് തെറ്റ് പറഞ്ഞാൽ അവൾ BJPയുടെ ആളാണെന്ന് ഉടനെ എന്നെ അങ്ങനെ അങ്ങോട്ട് പിന്നെ പ്ലേറ്റ് മാറ്റുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഒരു പാർട്ടിയിലും പോയി ചേർന്നിട്ടില്ല. അത് മാത്രമല്ല, എനിക്കിവിടെ പാർട്ടിയിൽ ചേർന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ സമൂഹത്തിൽ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാനും നമ്മൾക്ക് ചെയ്യാനും ഞാൻ വരുന്ന സമയത്ത് എന്നെ ആട്ടി പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് വേണ്ടി നിൽക്കൂ? ഞാൻ എന്ത് ചെയ്യും? ഒന്നും പറയത്തുമില്ല. എനിക്ക് എവിടെയെങ്കിലും സന്ദർഭം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് നല്ലതും പറയില്ല, ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാനേ പോകത്തില്ല. എനിക്ക് എത്ര വലിയ, ഇപ്പം ഞാൻ നാളെ തന്നെ എനിക്ക് മോദീനെ കാണാനുള്ള ഒരു സന്ദർഭം കിട്ടിയാലും ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം മാത്രം അവിടെ പോയി നോക്കിയിട്ട് സാറിൻ്റെ അടുത്ത് ഇതൊന്നും ഞാൻ പറയാണ്ട് മിണ്ടാണ്ട് വരും. BJP ആണ് ഇവർക്ക് പ്രശ്നം. അത് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഇവരെല്ലാവരും കൂടി BJP എന്ന് പറഞ്ഞിട്ട് അത് BJP ഗവൺമെൻറ് എടുത്തു കൊണ്ടുവന്നതുകൊണ്ട്, ഇതേ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ എതിരായിട്ട് പറയും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റൂൾ ചെയ്യുന്നത് അവരാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ, അവർക്കിപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ശതമാനമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് 1% ആൾക്കാരിനെ കുറിച്ചിട്ടാണ് അവർ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൽ കുറേ പൊളിറ്റിക്കൽ, ഞാനും ഇതുപോലെ കേൾക്കുന്നുണ്ട്, പൊളിറ്റിക്കലിൻ്റെ അതിൻ്റെ ബാക്കിലുള്ള റീസൺസ് ഒക്കെ വേറെയാണ്.